നിക്കരാഗയിലെ ഡാനിയൽ ഒർട്ടേഗയുടെ ഏകാധിപത്യ ഭരണകൂടം കത്തോലിക്ക സഭയ്ക്കെതിരെ നടത്തുന്ന പീഡനങ്ങളിൽ ഞങ്ങളെ തനിച്ചാക്കരുതെന്ന് ലോകമെമ്പാടുമുള്ള കത്തോലിക്ക സഭയോട് ആഹ്വാനം ചെയ്ത് മനാഗ്വയിലെ സഹായമെത്രാൻ സിൽവിയോ ജോസ് ബെയ്സ് ഒരു വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇപ്രകാരം പറഞ്ഞത്. കഴിഞ്ഞ ദിവസങ്ങളിലായി നിക്കരാഗയിൽ 9ഓളം വൈദികരെയാണ് അറസ്റ്റ് ചെയ്തത്. ലോകമെമ്പാടുമുള്ള സഭയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, നിങ്ങളുടെ കണ്ണുകൾ നിക്കരാഗയിലേക്ക് തിരിയാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഞങ്ങളെ തനിയെ ആക്കരുത്. അടിച്ചമർത്തപ്പെട്ട ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന അർപ്പിക്കുക. പീഡിപ്പിക്കപ്പെടുന്ന ഈ സഭയ്ക്ക് അനുകൂലമായി നിങ്ങളുടെ പ്രവാചക ശബ്ദം ഉയർത്തുകയെന്നും ബിഷപ്പ് സന്ദേശത്തിൽ പറഞ്ഞു. പ്രോ ലൈഫ് സംഘടനയായ അമേരിക്കൻസ് യുണൈറ്റഡ് ഫോർ ലൈഫിൻ്റെ വാർഷിക ലൈഫ് ലിസ്റ്റ് പ്രകാരം രാജ്യത്ത് ജീവന്റെ മഹത്വം ഏറ്റവുമധികം മാനിക്കുന്ന സംസ്ഥാനമായി അർക്കൻസാസിനെ തെരഞ്ഞെടുത്തു. ഈ പദവി തുടർച്ചയായ 4ാം വർഷവും സംസ്ഥാനം നേടുകയായിരുന്നുവെന്ന് സംഘടന പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഗർഭചിത്രം ഭരണഘടനാപരമായ അവകാശമാക്കിയ അരനൂറ്റാണ്ട് പഴക്കമുള്ള വിധി സുപ്രീം കോടതി തിരുത്തിയതിന് പിന്നാലെ 2023 US സംസ്ഥാനങ്ങൾ ജീവനുമായി ബന്ധപ്പെട്ട നയങ്ങൾ പരിഗണിക്കുന്നതിൽ വളരെ സജീവമാണെന്ന് ഗ്രൂപ്പ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറഞ്ഞു. അസമാധാനവും അക്രമങ്ങളും അനുനിമിഷം കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന് സമാധാനത്തിൻ്റെ ആശംസകൾ നേർന്ന് ഫ്രാൻസിസ് പാപ്പ. ലോക സമാധാന ദിനമായി ആചരിക്കുന്ന ജനുവരി 1 നൽകിയ സന്ദേശത്തിലാണ് പാപ്പ നിർമ്മിത ബുദ്ധിയും സമാധാനവും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി സന്ദേശം നൽകിയത്. സൃഷ്ടാവായ ദൈവം സൃഷ്ടികളായ മനുഷ്യർക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് ബുദ്ധിശക്തിയെന്നും സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ കൂടുതൽ വാസയോഗ്യമായ ഇടമാക്കി ഭൂമിയെ മാറ്റുമ്പോൾ ദൈവഹിതമനുസരിച്ചാണ് പ്രവർത്തിക്കുന്നതെന്നും പാപ്പ വ്യക്തമാക്കി. 2023 ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി 20 മിഷണറിമാർ വിശ്വാസത്തിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടതായി വത്തിക്കാൻ ഏജൻസിയായ ഫിഡസ് റിപ്പോർട്ട് ചെയ്തു. ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ മിഷണറിമാർ കൊല ചെയ്യപ്പെട്ടത്. ലോസ് ഏഞ്ചൽസിലെ സഹായമെത്രാൻ ബിഷപ്പ് ഡേവിഡ് ഒക്കോണൽ, 8 വൈദികർ, 2 സന്യാസ വൈദികർ, ഒരു സെമിനാരിക്കാരൻ, ഒരു നോവിസ്, 7 അൽമായ വിശ്വാസികൾ എന്നിവരാണ് കൊല്ലപ്പെട്ട മിഷണറിമാർ. നൈജീരിയ, ബുർക്കിന ഫാസോ, ടാൻസാനിയ, കാമറൂൺ, ഡെമോക്രാറ്റ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവിടങ്ങളിൽ മാത്രം 9 മിഷണറിമാരാണ് കൊല്ലപ്പെട്ടത്. KCBC സംഘടിപ്പിച്ച സംസ്ഥാന ബൈബിൾ കലോത്സവത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഓവറോൾ കിരീടം. 188 പോയിന്റ് നേടിയാണ് എറണാകുളം അങ്കമാലി അതിരൂപത ഒന്നാമതെത്തിയത്. കൊല്ലം, പാലക്കാട് രൂപതകൾ യഥാക്രമം 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. എറണാകുളം SH കോളേജിൽ നടന്ന സമാപന സമ്മേളനത്തിൽ സീറോ മലബാർ സഭ അഡ്മിനിസ്ട്രേറ്റർമാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ സമ്മാനങ്ങൾ നൽകി. ചലച്ചിത്ര താരം സിജോയ് വർഗീസ് മുഖ്യാതിഥിയായിരുന്നു. 25ാമത് ചങ്ങനാശ്ശേരി അതിരൂപത ബൈബിൾ കൺവെൻഷൻ ഫെബ്രുവരി 14 മുതൽ 18 വരെ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളി അങ്കണത്തിൽ നടക്കും. പ്രശസ്ത വചനപ്രഘോഷകൻ ഫാദർ ഡാനിയൽ പൂവണ്ണത്തിൽ നയിക്കുന്ന കൺവെൻഷൻ വൈകുന്നേരം 4 മുതൽ രാത്രി 9 വരെയാണ് നടത്തപ്പെടുക. കൺവെൻഷൻ ഒരുക്കമായി നടന്ന വിളംബര സമ്മേളനം കത്തീഡ്രൽ പള്ളിയിൽ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് വാണിയപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ജോസ് കൊച്ചുപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.